ഹലോ, ഞാനപ്പോൾ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനായിട്ടാണ് വന്നേക്കുന്നത്. എല്ലാ ഗേൾസും എല്ലാ വിമനും എല്ലാവരും കേട്ടിരിക്കേണ്ട ഒരു കാര്യമാണത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആക്ച്വലി എനിക്ക് 2019 നയന എന്ന് പറഞ്ഞ പേരിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രൊഫൈൽ കയറി കണ്ടപ്പം ജെന്യൂൻ ആയിട്ടുള്ളൊരു പ്രൊഫൈലായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ കയറി അക്സെപ്റ്റ് ചെയ്തു. പിന്നെ ഉടനെ എനിക്ക് ചാറ്റ്സ് ഒക്കെ വന്നു തുടങ്ങി. ചാറ്റ്സ് ഒക്കെ വന്ന് തുടങ്ങിയ പിന്നെ എനിക്ക് ചെറിയ ഡൗട്ട് അടിച്ച്. ഇത് പ്രൊഫൈലിൽ ഞാൻ കയറി നോക്കിയപ്പം ഭയങ്കര നല്ല നല്ല സുന്ദരിയായിട്ടുള്ളൊരു കൊച്ചിൻ്റെ ഒരു ഫോട്ടോസ്. എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് മലയാളം ആക്ട്രസസിൻ്റെ ഒന്നും ഫോട്ടോസ്, ആക്ട്രസസിനെ ഒന്നും ഒത്തിരി പോപ്പുലറായിട്ടുള്ള ആൾക്കാരെ മാത്രമേ എനിക്ക് അറിയത്തുള്ളായിരുന്നു. സോ ആക്ച്വലി ഇതൊരു ആക്ട്രസ് ആയിരുന്നു. ഓക്കെ, ആക്ട്രസിൻ്റെ പിക്കായിരുന്നു, പിക്ക് ഇട്ടിട്ടുള്ള ഒരു പ്രൊഫൈലായിരുന്നു. ഫുൾ ആ ആക്ട്രസിൻ്റെ ഫോട്ടോസ് തന്നെ. അപ്പം ഈ കക്ഷി എന്നോട് ചാറ്റ് ചെയ്യുമ്പോഴും എന്നോട് ഈ പറഞ്ഞ പോലെ മോഡലിങ്ങിന് താല്പര്യമുണ്ടോ, ആക്ടിങ് താല്പര്യമുണ്ടോ എന്ന രീതിയിലൊക്കെ കാസ്റ്റിംഗ് കൗച്ചിലുള്ള പോലെയൊക്കെയാണ് സംസാരിക്കുന്നത്. എന്നിട്ട് പുള്ളിക്കാരിയുടെ ഫോട്ടോസ് എനിക്ക് അയച്ചു തരാറുണ്ട്. അപ്പോൾ ഈ അയച്ചു തരുന്നത് മൊത്തവും സത്യം പറഞ്ഞാൽ എനിക്ക് ക്ലിക്ക് ആവാൻ കുറേ നാളായി. അത് നമ്മുടെ നിരഞ്ജന അനൂപ് എന്ന് പറഞ്ഞൊരു ആക്ട്രസ് ഉണ്ട്. ഒത്തിരി സിനിമകളോ ഒന്നും ചെയ്യാത്ത ഒരു ആക്ട്രസ്സാണത്. ബട്ട് വെരി ഗുഡ് ഡാൻസറാണ്. അതുകൊണ്ട് എനിക്ക് ആ ഒരു മുഖം പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റി. ഞാനങ്ങനെ പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം ആ ആക്ട്രസിൻ്റെ ഫോട്ടോസാണ് ഈ അയക്കുന്നത് മൊത്തം. അപ്പോൾ കക്ഷി പറഞ്ഞ് അതാണ് ആളെന്നും പേര് നയന എന്നാണെന്നും മലയാളിയാണെന്നും ഒക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് ഇതുപോലെ കാസ്റ്റിങ്ങിലുണ്ട്, എനിക്ക് വീഡിയോസ് അയച്ചു തരണം, ഫോട്ടോസ് അയച്ചു തരണം മോഡലിങ്ങിൻ്റെ എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്നോട് പറഞ്ഞു, എനിക്ക് ഇങ്ങോട്ട് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ വീഡിയോസാണ് വേണ്ടത്, ഇങ്ങനത്തെ പിക്ചേഴ്സാണ് വേണ്ടത്, ഇതെൻ്റെ ക്ലയൻറ്റ്സ് എനിക്ക് അയച്ചതാണെന്ന് പറഞ്ഞു. എനിക്ക് മോർ ദാൻ ഒരു 3 to 4 ഗേൾസിൻ്റെ വീഡിയോസും പിക്ചേഴ്സും എനിക്ക് അയച്ചു തന്നു. എനിക്ക് ആക്ച്വലി ഭയങ്കര ഷോക്കിംഗ് ആയി. ബിക്കോസ് അതിനകത്ത് ഗേൾസ് അയച്ചേക്കുന്ന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിവീൽ ചെയ്യുന്ന പോലത്തെ വീഡിയോസൊക്കെയാണ് അയച്ചേക്കുന്നത്. അപ്പം എൻ്റെ അടുത്ത് ഈ പറയുന്ന പോലെ തന്നെ ഒരുപാട് പേരുടെ അടുത്ത് പറഞ്ഞങ്ങനെ വീഡിയോസും ഫോട്ടോസും ആൾ വാങ്ങിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണത്. എന്നിട്ട് എൻ്റെ അടുത്തും ഇതൊക്കെ എനിക്ക് എൻ്റെ ക്ലയൻറ്റ്സ് അയച്ചു തന്നാൽ ഇതുപോലത്തെ വേണം എന്ന് പറഞ്ഞാണ് ചോദിക്കുന്നത്. പിന്നെ എനിക്കാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇതൊന്ന് ഡീപ്പായിട്ട് ചെക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് പേടിയായിപ്പോയി. ബിക്കോസ് ഒരുപാട് ഗേൾസ് ഈ ട്രാപ്പിൽ പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് എന്ത് ചെയ്ത് ഞാൻ ചെറുതായിട്ടൊന്ന് ചോദിച്ചു തുടങ്ങിയപ്പോഴത്തേക്കിന് ആളെന്നെ ബ്ലോക്ക് ചെയ്ത് പിന്നെ എനിക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം പിന്നെ ഇതേ വ്യക്തി തന്നെ എന്ത് ചെയ്തെന്നറിയാമോ, ലൈക്ക് ഒരു 2 years കഴിഞ്ഞിട്ട് പിന്നെയും ഈ സെയിം നെയിം നയന എന്ന പേരിൽ തന്നെ എനിക്ക് വീണ്ടും പ്രൊഫൈലിൽ റിക്വസ്റ്റ് അയക്കുകയും പക്ഷേ എനിക്ക് പേരും ഈ ഫോട്ടോവും നല്ല ഓർമ്മയുണ്ട്. പക്ഷേ ഇത് വേറെ പ്രൊഫൈലായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നത്. ഇത് ആക്ച്വലി എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് എനിക്ക് കുഞ്ഞൊക്കെ ആയി പിന്നെ എനിക്ക് വീണ്ടും ഒരു പ്രൊഫൈലിൽ നിന്ന് വന്ന ഒരു റിക്വസ്റ്റും കാര്യങ്ങളും ഒക്കെയാണ് ഇത്. ഇതിൻ്റെയും പേര് നയന എന്നാണ്. ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഇതും നമ്മുടെ നിരഞ്ജന അനൂപ് എന്ന് പറഞ്ഞൊരു ആക്ട്രസ് ഉണ്ടല്ലോ, ആ ആക്ട്രസിൻ്റെ ഫോട്ടോസ് തന്നെയാണിത്. അപ്പം എന്നോട് ഇങ്ങനെ കുഞ്ഞിൻ്റെ ഏജും കാര്യങ്ങളൊക്കെ പറയുക, ഇങ്ങനെ സംസാരിക്കുന്ന പോലെ സംസാരിക്കുക, പിന്നെ കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് അറിഞ്ഞിട്ടൊക്കെയാണ് വരുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പം എൻ്റെ സിസ്റ്ററിനോട് കാര്യം പറയുക, വീണ്ടും നമ്പർ അയയ്ക്കുക, മെസ്സേജ് അയക്കാൻ പറയുക. പിന്നെ ഇങ്ങനെ ഇത് കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഐ എം നോട്ട് ഗേൾ, ഐ എം ബോയ്, ഐ ഹാവ് യുവർ ന്യൂഡ് പിക്, പിന്നെ കോൾ മീ, പിന്നെ യു ക്യാൻ നോ ഹൂ ഐ ആം എന്നൊക്കെ പറഞ്ഞ് ഞാനും കുറച്ചിങ്ങനെ ബ്ലാ 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 പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്നോട് ലാസ്റ്റ് പറഞ്ഞ് ഐ വിൽ സെൻഡ് പിക്സ് ടു യുവർ ഹബ്ബി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അയച്ചു. ഞാൻ ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞ് നിർത്തി. ബട്ട് ഇതിൽ നിന്ന് ഞാൻ പറയാൻ വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം നെയിമിൽ ഈ പറഞ്ഞ ആൾ ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ട്. ഇത് ഞാൻ ബ്ലോക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത് ഇൻസ്റ്റാഗ്രാം യൂസറിന് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതെ, യു ബ്ലോക്ക്ഡ്.
അപ്പം ദ തിങ് ഇസ് ദറ്റ് ഞാൻ ഇത് നമ്മുടെ കേരള പോലീസിനെ ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് ആക്ച്വലി ഇറ്റ് ഡിൻ വർക്ക്. ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ. പിന്നെ ഞാൻ ഫോളോ അപ്പിന് ഒന്നിനും പോയിട്ടില്ല കേട്ടോ. ബട്ട് എനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലെന്നുള്ളതിൻ്റെ തെളിവാണ് ഇൻസ്റ്റാഗ്രാമിൽ പിന്നെയും ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ പേരിൽ തന്നെ ഈ പ്രൊഫൈൽ കിടപ്പുണ്ട്. ഉണ്ടെങ്കിൽ ഈ പ്രൊഫൈൽ ഇങ്ങനെ വരത്തില്ലല്ലോ. പിന്നെയും അപ്പം ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഏത് ഇപ്പോൾ കുട്ടികളെ വരെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം എനിക്ക് വന്ന ഫോട്ടോസും വീഡിയോസും കണ്ട് ഞാൻ ഷോക്കായിപ്പോയി. ഒരുപാട് പേര് നേവലൊക്കെ കാണിച്ചിട്ട് മറ്റേ കുറച്ച് ഡീപ്പായിട്ട് നെക്കൊക്കെയുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ഡാൻസും ഒക്കെയാണ്. അവർക്ക് ഇങ്ങനെ പ്രൊഫഷണലായിട്ട് കിട്ടാൻ വേണ്ടി തിങ്ക് ചെയ്ത് അയക്കുന്നതൊക്കെ ആയിരിക്കും. പക്ഷേ ഇത് ഇവന്മാരൊക്കെ കയറി മിസ്യൂസ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാവുന്നില്ല. സോ നിങ്ങൾ ഒരിക്കലും കുട്ടികളാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അതിനെക്കുറിച്ചൊന്ന് റിസർച്ച് ചെയ്യുക, അറിയുക. ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഇത് യൂട്യൂബിൽ ഇടാമെന്ന് വിചാരിക്കുന്നത്. ഇതിനെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സോ എല്ലാവരും ഓർത്തിരിക്കുക, ഈ ഒരു പേര് ഓർത്തിരിക്കുക. നയന എന്നുള്ള പേരിലാണ് എനിക്ക് പലതവണയും വന്നിട്ടുള്ളത് ഈ ഒരു ഒറ്റ പേരിലാണ്. പിന്നെ ഇതിനകത്ത് ഇടുന്ന ഫോട്ടോസും മറ്റേ ഇതായിരുന്നു, മറ്റേ നിരഞ്ജന അനൂപിൻ്റെ ഫോട്ടോ ആണ് കിടക്കുന്നത്. എനിക്ക് ഫസ്റ്റ് മുതൽ 2019 മുതൽ വന്നിട്ടുള്ള എല്ലാം ഇങ്ങനെ തന്നെയാണ്. സോ ഇത് എനിക്ക് എല്ലാവരോടും ഒന്ന് അറിയിക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് നമ്മളൊരു ട്രാപ്പിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര ഇമോഷണലി അഫക്റ്റ് ആവുന്ന കാര്യങ്ങളാണ് ഇവന്മാരൊക്കെ പറയുന്നത്. ഹസ്ബൻഡിന് പിക്സ് അയക്കുക. എൻ്റെ ഹസ്ബൻഡിന് എല്ലാ കാര്യങ്ങളും അറിയാം, ഞാൻ എല്ലാം പറയുന്നുണ്ടായിരുന്നു, എല്ലാം ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ഇത്രയും അല്ലാത്ത നാട്ടിൻപുറത്തെ പെണ്ണുങ്ങളൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ള പാർട്ട്നേഴ്സ് ആയിരിക്കത്തില്ല ഒരുപാട് ഫാമിലീസിൽ. അപ്പോൾ അങ്ങനെയൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ നമ്മളെ ഇമോഷണലി നമ്മളെ ട്രാപ്പാക്കുകയാണ്. സോ നിങ്ങളെല്ലാം ബീവെയർ ആവുക. അതിനു വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാനിത്. ഓക്കെ, ബൈ. ഓക്കെ, സോ അങ്ങനെ ഇരിക്കെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 വർഷം കഴിഞ്ഞിട്ട് ഈ കക്ഷി എൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഇതറിയാൻ വേണ്ടി തന്നെ ആൾക്ക് എന്നെ നല്ലപോലെ അറിയാം. പക്ഷെ ഞാൻ മറന്നു എന്ന് വെച്ചിട്ടാണ് എന്നോട് സംസാരിക്കുന്നത്. ഈ രണ്ടാമത്തെ വരവെന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കിക്കൊണ്ടാണ് വരുന്നത്. ഈ രണ്ടാമത് ആൾ വന്ന സമയത്തേക്ക് എൻ്റെ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ചേട്ടത്തി ഉണ്ടായിരുന്നു, സിസ്റ്റർ ഇൻ ലോ ഉണ്ടായിരുന്നു. അപ്പം എന്നോട് എൻ്റെ സിസ്റ്റർ ഇൻ ലോയുടെ കാര്യം പറയുകയും എൻ്റെ ചേട്ടൻ്റെ കാര്യം പറയുകയും എൻ്റെ ചേട്ടത്തി വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ കാര്യം ഇങ്ങനെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ടുള്ള വരവായിരുന്നു. അപ്പം ഞാൻ ഞെട്ടിപ്പോയി, ശരിക്കും ഞെട്ടിപ്പോയി. ഒത്തിരി ഡീറ്റെയിൽസ് ഇങ്ങനെ അറിഞ്ഞിട്ട് വരുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പം വീണ്ടും ഇതൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്. എന്നിട്ട് എൻ്റെ അടുത്ത് ആണെങ്കിൽ എന്നോട് നമ്പർ ചോദിച്ചിട്ടുണ്ട്. അത് ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് ഫേസ്ബുക്കാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഞാൻ കാണിക്കാം. അതിനകത്തും ഒരു നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇത് അതൊക്കെ കഴിഞ്ഞിട്ട് 2022 ഞാൻ ഇതുപോലെ എനിക്ക് വീണ്ടും റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാൻ ചോദിച്ചു, ഡു യു നോ മീ എന്ന് ചോദിച്ചു. പക്ഷേ എനിക്ക് ആക്ച്വലി ഈ കക്ഷിയെ ശരിക്കും അറിയാം. അപ്പം ക്യാൻ യു സെൻഡ് മീ യുവർ വോയിസ് എന്നും പറഞ്ഞൊക്കെ എനിക്ക് വോയിസ് നോട്ടൊക്കെ അയക്കുന്നുണ്ട് കേട്ടോ. വോയിസ് നോട്ട് ഞാൻ കേൾപ്പിക്കട്ടെ. ഗുഡ് മോർണിംഗ്. How are you? You had your breakfast? ഇത് ആക്ച്വലി ഒരു പക്ക മല്ലു ആക്സെൻ്റ് അല്ലേ. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് രണ്ടാമത് വന്നതാണെങ്കിൽ ഇതാണ്. ഹലോ, ഹായ്, ഹൗ ആർ യു? ഇത് ആക്ച്വലി രണ്ട് പേരാണ് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് രണ്ടും മേ ബി പുള്ളിക്കാരിക്ക് ആരെങ്കിലും അയച്ച വോയിസ് ക്ലിപ്പ് എനിക്ക് അയച്ചതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അങ്ങനെ
എൻ്റെ സിസ്റ്ററിൻലോയുടെ കാര്യങ്ങൾ അങ്ങനെ കുറേ. സോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പക്ക ട്രാപ്പാണ്. ഈ നയന എന്ന പേരിൽ തന്നെയാണ് എല്ലാ പ്രാവശ്യവും വരുന്നത്. ഇങ്ങനെ ക്യാൻ യു വാട്സാപ്പ് മീ എന്ന് പറഞ്ഞ് നമ്പർ തരുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാം എതിർത്തുള്ള പറച്ചിലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എനിക്ക് ക്ലിയറായിട്ട് മനസ്സിലായി ഇത് വേറെ ആരോ ആണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പം പിന്നെ ഞാൻ എൻ്റെ വാട്സാപ്പ്